السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. പ്രിയമുള്ള സഹോദരന്മാരെ, സാധാരണ ഞാനിപ്പോൾ ചോദിച്ചു എപ്പോഴാണ് നമ്മുടെ ഈ ക്യാമ്പ് അവസാനിക്കലെന്ന്. ഇത് 8:30 അവസാനിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 8:53 അപ്പോൾ ഒരു സമാപന സംസാരത്തിനൊരു അവസരം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് സമയത്തും അവൻ്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചില ഭാഗങ്ങൾ, നമ്മുടെ കുട്ടികളൊക്കെ എല്ലാ സ്ഥലത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾക്കിങ്ങനെ കിട്ടും. ചില മഹല്ലുകളിൽ നമ്മുടെ മുസ്ലിം കുടുംബത്തിലെ ചെറുപ്പക്കാരായ ആളുകൾ വളരെ വേഗത്തിൽ നിരീശ്വരവാദത്തിലേക്ക് നടന്നെടുക്കുന്നു. വലിയ വലിയ ഇസ്ലാമിക പാരമ്പര്യമുള്ള തറവാടുകളിൽ ജനിച്ചിട്ടുള്ള കുട്ടികൾ, അവർക്ക് ഇസ്ലാമികമായ വലിയ അവബോധമോ വലിയ വിജ്ഞാനമോ ലഭിച്ചിട്ടില്ല. ഭൗതിക വിദ്യാഭ്യാസമാണ് അവർക്ക് അധികവും ലഭിച്ചിട്ടുള്ളത്. അത്തരം കുട്ടികൾ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെയുള്ള കലാരംഗത്തും സംഗീതരംഗത്തും അതുപോലെ തന്നെ വിനോദങ്ങളിലുമൊക്കെയുള്ള അതിപ്രസരം വളരെ ശക്തമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുമ്പോൾ, ആ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും വളരെ ശക്തമായി നമ്മുടെ ചെറുപ്പക്കാരെ വേട്ടയാടാൻ വേണ്ടി തലങ്ങും വിലങ്ങും നടക്കുമ്പോൾ, അതിനിടയിൽ നിന്ന് നല്ല തഖ്വയും അള്ളാഹുവിനെക്കുറിച്ച ഭയവും പരലോക വിചാരവും ഉള്ള ആളുകൾക്ക് മാത്രമേ അത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ യുക്തിവാദം പ്രചരിപ്പിക്കുന്ന ഒരു ഹുദവിയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. 7 കൊല്ലത്തോളം ചെമ്മാട് ദാറുൽ ഹുദ കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആ പയ്യൻ. പക്ഷേ ഇവർ അദ്ദേഹത്തെ വേട്ടയാടി പിടിച്ചു, ഇസ്ലാമിനെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണയുണ്ടാക്കി. ഇന്നിപ്പോൾ അയാൾ അവരെ കയ്യടിപ്പിക്കുകയാണ്. പ്രവാചകരെയും ഖുർആനിനെയും ഇസ്ലാമിനെയും ഒക്കെ അദ്ദേഹം സ്റ്റേജിൽ കയറി നടത്തുന്ന വിമർശനങ്ങൾ, അതിനെ കയ്യടിച്ച് മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ കാട്ടിനുള്ളിൽ നിന്ന് മരം വെട്ടാൻ ഒരു തായ, മരത്തിൻ്റെ തന്നെ ഒരു തായ കിട്ടിയതിലുള്ള ആ സന്തോഷം അവർ വിനിമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെ അടുത്ത ദിവസം, ഇന്നിപ്പോൾ നമ്മുടെ ബഹുമാന്യനായ, നമ്മുടെ വിസ്ഡം രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രവർത്തകൻ ഒരു മെസ്സേജ് പങ്കിട്ടിട്ടുണ്ട്. അദ്ദേഹം പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് ഇറങ്ങുന്ന അവസരത്തിൽ ഒരാൾ ഓടി വന്ന് അദ്ദേഹത്തെ കൈപിടിച്ച് പറഞ്ഞു, ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ നിരീശ്വരവാദിയായി പോയിട്ടുണ്ടാകുമായിരുന്നു. അതിൻ്റെ വക്കിൽ എത്തി നിൽക്കുമ്പോഴാണ് നിരീശ്വരവാദികളുമായി നടത്തിയ ഡയലോഗ്, അവരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന
വളരെ വ്യക്തമായ ക്ലാസ്സുകളും ക്ലിപ്പുകളുമൊക്കെ ഒരാൾ എനിക്ക് അയച്ചു തന്നത്. ഞാനത് ഒന്നിൽ അധികം തവണ ഓരോന്നും കേട്ടു. അപ്പോഴാണ് ഈ നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും ഒക്കെ നിരർത്ഥകത എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ പള്ളീൻ്റെ പുറത്ത് കാത്തിരുന്നത് എന്ന് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നിരന്തരമായ പരിശ്രമത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ. ഇന്നിപ്പോൾ പൂനൂർ അങ്ങാടിയിലൊരു പരിപാടിയുണ്ട്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഓൺലൈനിലൊക്കെ ഇത് കേട്ടിട്ടുണ്ടാകും. മുടി നീണ്ടതാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുടി സൂക്ഷിച്ചു. കുറച്ച് വർഷങ്ങൾ സൂക്ഷിച്ചപ്പോഴേക്ക് എത്ര നീണ്ടെന്ന് മൂപ്പര് അളന്നു നോക്കിയിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ മുടി നീണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിലുള്ള തട്ടിപ്പും അതുപോലെ തന്നെ കച്ചവടവും വിശ്വാസപരമായി മുസ്ലിം സമുദായത്തിനുണ്ടാകുന്ന നാശവും അത് അവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഒരു മുഖാമുഖം നമ്മുടെ മുസ്ലിയാരുടെ മൂക്കിൻ്റെ താഴെ വെച്ച് തന്നെ ഇങ്ങനൊരു പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും ഗംഭീരമായൊരു പ്രസംഗമാണ് ശിഹാബ് എടക്കര നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇന്നത് കേൾക്കുന്നത് നല്ലതാണ്. വളരെ നല്ല ഒരു സംസാരമായിരുന്നു. ഞാൻ ഓൺലൈനിൽ കുറച്ച് നേരം അത് കേട്ടു. ഞാൻ പറയുന്നത്, ഒരിക്കലും നമ്മുടെ പ്രവർത്തനം നിർത്താറായിട്ടില്ല. ഇതുവരെ നടത്തിയ പ്രവർത്തനം എമ്പാടുമാണെന്ന് വിശ്വസിക്കാനുമായിട്ടില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. ഒരു നിലക്കും നമുക്ക് വിശ്രമിക്കാൻ പറ്റില്ല. അങ്ങനെ എപ്പോഴൊക്കെയാണോ നമ്മൾ ഉറങ്ങിപ്പോകുന്നത് ആ സമയത്താണ് ഇവിടെ കള്ളന്മാർ അകത്ത് കയറുക. അതുകൊണ്ട് തന്നെ നിരന്തരമായ ശക്തമായ ദീനീ പ്രവർത്തനം അത് ആദ്യം ഉപകാരപ്പെടുന്നത് പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദ് അതിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ ആദ്യം നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അലം യഅ്നിൽ ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവരുടെ ഹൃദയത്തിന് ഭക്തി ആസന്നമാകാനുള്ള കൈവരിക്കുവാനുള്ള സമയമായിട്ടില്ലേ? ഒമാ നസല മിനൽ ഹഖ്, അള്ളാഹു അവതരിപ്പിച്ച യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും അത് വിശ്വസിക്കുവാനും അവർക്ക് സമയമായിട്ടില്ലേ? വലാ തകൂനു കല്ലദീന നസുല്ലാഹ, അല്ല വലാ തകൂനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളെപ്പോലെ നിങ്ങളാവരുത്. ആര്? നമ്മൾ വിശ്വാസികളായ മുസ്ലിം ഉമ്മത്ത് ആയിത്തീരരുത്. ഫതാല അലൈഹിമുൽ അമദു, അവർക്ക് കുറേ കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ് കൊടുത്തു. ബനി ഇസ്രായേൽക്കാരുടെ സംഭവമൊക്കെ നമുക്കറിയാം. അതിനുശേഷം വന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത നമുക്കറിയാം. ഈസാ നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ഏതാണ്ട് 500 വർഷങ്ങളുടെ വ്യത്യാസമാണുള്ളത്. പക്ഷേ ഈ കാലഘട്ടങ്ങളിലാകുമ്പോഴേക്ക് തന്നെ ജനങ്ങളിൽ വലിയ വിശ്വാസ വൈകല്യങ്ങൾ വന്നു ചേർന്നു. അവർ മതത്തിൽ നിന്ന് തന്നെ അതിൻ്റെ പൂർണ്ണമായ ആശയങ്ങളും അടിസ്ഥാനങ്ങളിൽ നമുക്ക് അകന്നുപോയി. വേദഗ്രന്ഥങ്ങളെ അവർ ദുർവ്യാഖ്യാനിച്ചു. അവർക്ക് ഇഷ്ടമുള്ളത് അതിൽ കൂട്ടിച്ചേർത്തു, അവർക്ക് താല്പര്യമില്ലാത്തതൊക്കെ അതിൽ നിന്ന് വെട്ടിമാറ്റി. ഇങ്ങനെ വളരെയധികം കൈക്കടത്തലുകൾ നടത്തിയപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനം തന്നെ വേണ്ടി വന്നത്. അവർ കൃത്രിമമായി വരുത്തിയ അല്ലെങ്കിൽ മതത്തിൽ അവർ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ കാലം ദീർഘിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അങ്ങനെ പിന്നീട് അവർക്കൊരു വിശ്വാസം അവരുടെ ഹൃദയത്തിലേക്കൊരു വെളിച്ചം കടക്കാത്ത വിധത്തിൽ അവർ ദുർമാർഗികളായി മാറിയപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യർക്ക് മാർഗദർശനം കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ ആ സമുദായങ്ങളെപ്പോലെ നിങ്ങളായിത്തീരരുത്. ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും അധർമ്മകാരികളാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പണി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു വചനം എന്താണ്? ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും ഫഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി,
നിങ്ങൾ അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്ന സന്മാർഗം, പ്രവാചകൻ നിങ്ങളെ പഠിപ്പിച്ച നേർവഴി, അത് നിങ്ങൾ സ്വീകരിക്കണം. ഇസ്തജീബ് എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ ഉത്തരം ചെയ്യണം, അത് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അള്ളാഹുവും റസൂലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദആക്കും ലിമാ യുഹ്യീക്കും. ഹയാത്ത് നൽകാൻ നിങ്ങൾ മനുഷ്യന്മാർ പൊതുവെ സന്മാർഗത്തിൽ നിന്നും ദീനിൽ നിന്നും അകന്നാൽ അവർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രൂപത്തിലേക്ക് മാറും. എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ എന്ന് തിരിച്ചറിയാതെ പോകും. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് തിരിച്ചറിയാതെ പോകും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഹയാത്ത് നൽകുന്ന, നിങ്ങൾക്ക് ശരിയായ ജീവിതത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സന്ദേശത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങളത് വേഗം കേൾക്കണം. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിളിക്ക് ഉത്തരം നൽകാത്ത, പ്രവാചകൻ്റെ ഉപദേശങ്ങളെ സ്വീകരിക്കാത്ത ആ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അതിനുള്ള കഴിവില്ലാതെയാക്കും. അവനെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ അള്ളാഹു മറയിടും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മറ്റൊരു റിവായത്തിൽ യാ മുസദ്ദിഫൽ ഖുലൂബ് സദ്ദിഫ് ഖൽബി ഇലാ ദീനിക്. എൻ്റെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, അതിന് പല അവസ്ഥകളും ഉണ്ടാക്കി തരുന്നവനെ, അതിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടുത്തി അതിനെ കൈകാര്യം ചെയ്യുന്നവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ്റെ ഹൃദയം ബൈന ഇസ്ബഅൈനി മിൻ അസാബിർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ വിരലുകളിൽ, രണ്ട് വിരലുകൾക്കിടയിൽ ആണ് മനുഷ്യൻ്റെ ഹൃദയം. യുഖല്ലിബുഹ കമാ ശാഅ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ഒരു കയ്യിൽ ഒരു പേന പിടിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന മാതിരി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കളയും. അതുകൊണ്ട് ആ സന്മാർഗം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളത് ഇസ്തിജാബത്ത് ചെയ്യണം. സഹോദരന്മാരെ, ഇതുപോലെയുള്ള ക്യാമ്പുകൾ, ഇതുപോലെയുള്ള ദൗറകൾ, അതുപോലെ തന്നെ ഇസ്ലാമികമായ പരിപാടികൾ, ഉപദേശങ്ങൾ നിരന്തരമായി നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. ഇത് ലഭിക്കാതെ പോകുമ്പോൾ ആണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി പല പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള നിരീശ്വരവാദത്തിൻ്റെയും നിർമ്മതവാദത്തിൻ്റെയും മതത്തിൽ നിന്ന് അകന്നു പോകലും, അതുപോലെ ലഹരിയും ലിബറലിസവും. ലിബറലിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പെണ്ണ് പറയാണ്, എന്താ പറയണത്, എൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ മകൻ ഈ സംസ്കാരം സ്വീകരിക്കണം എന്നെനിക്ക് അഭിപ്രായമില്ല. ഏത് സംസ്കാരം? ആണും പെണ്ണുമായി വിവാഹം കഴിക്കുക, എന്നിട്ട് അവർ ഭാര്യാഭർത്തക്കന്മാരെ പെണ്ണിനെ കെട്ടുക, ആണിനെ കെട്ടുക. ആൻഡ് LGBTQ എന്താണ്, പിന്നെ അതിനപ്പുറത്തേക്ക് ++++. ഈ ഒരു സംസ്കാരം. അപ്പം അത് നിങ്ങൾക്ക് മാത്രം എന്താ സമ്മതിക്കാത്ത ഒരു വലിയ നടൻ പറയാണ്, ഒരു വലിയ സിനിമാ നടൻ പറയാണ്, ലോകത്തിപ്പോൾ അയാൾക്ക് വലിയ അവാർഡൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആദരിച്ചിട്ടുണ്ട്. അയാൾ പറയാണ്, നിങ്ങൾക്ക് മാത്രം എന്താ അത് പ്രശ്നം? ഇതെല്ലോടത്തുണ്ടല്ലോ, എല്ലാമായല്ലോ, എല്ലാ സമൂഹത്തിലും പരന്നല്ലോ, എല്ലാവർക്കും ഇത് അംഗീകാരമായല്ലോ, ലോകത്തുള്ള ധാരാളക്കണക്കിന് രാജ്യങ്ങൾ ഇത് നിയമപരമായി അംഗീകരിച്ചല്ലോ. ഒക്കെ അയാൾ പഠിച്ചിട്ട് പറയാ, ഇല്ല, അങ്ങനെയൊന്നും രാജ്യം അംഗീകരിച്ചിട്ടില്ല. നേരത്തെ അംഗീകരിച്ച രാജ്യങ്ങളൊക്കെ അത് ഒഴിവാക്കി. അത് മനുഷ്യ സമൂഹത്തിനും മനുഷ്യ സംസ്കാരത്തിനും ഏറ്റവും വൃത്തികെട്ട സംസ്കാരമാണെന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തിരിച്ച് സന്മാർഗത്തിലേക്ക് തിരിച്ചു നടക്കുമ്പോഴാണ് നമ്മുടെ ഈ മിസ്കീന്മാർ ഇപ്പോൾ അതാണ് ലോകത്തിന് മുഴുവൻ വലിയ ആദർശം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നത്. എത്ര ദേഷ്യത്തിലാണ് ആ ചങ്ങാതി അത് പറയണമെന്നറിയോ? ആ പെണ്ണിനോട് എന്താ നിങ്ങൾക്ക് മാത്രം സ്വീകരിക്കാൻ മടി? വളരെ ഗൗരവത്തിൽ ആ ചെന്ന് എന്തോ അതിൻ്റെ ആ സ്ത്രീയെ എന്തെങ്കിലും കാണിക്കുന്ന രൂപത്തിലാണ് മൂപ്പര സംസാരം. ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് ലോകം. അയാളാണ് ഇവിടെ വലിയ ദൈവമായ ആളുകൾ ആരാധിക്കുന്നത്. അയാളാണ് ഇവിടുത്തെ വലിയ സാംസ്കാരിക നായകനായി നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. അയാൾക്കാണ് എല്ലാവിധത്തിലുള്ള പട്ടും പൂമാലയും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഇത്ര വൃത്തികെട്ട സംസ്കാരത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന, അതിനുവേണ്ടി തൻ്റെ പ്രശസ്തിയും തൻ്റെ പേരും തൻ്റെ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില സെലിബ്രിറ്റികൾ നടക്കുകയാണ് മനുഷ്യ സമൂഹത്തെ മുഴുവൻ ദുഷിപ്പിക്കുന്ന സംസ്കാരം പരത്താൻ. അതിനെ പ്രതിരോധിക്കാനുള്ള വലിയ ചെറിയ ചെറിയ ശ്രമങ്ങളാണ് വാസ്തവത്തിൽ ഇസ്ലാമിക പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ഇത്തരം സാംസ്കാരിക അഭിനിവേശത്തിനെതിരെ, ലിബറലിസത്തിനെതിരെ, നിരീശ്വരവാദങ്ങൾക്കെതിരെ
ശക്തമായ പ്രവർത്തനം നടത്തുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക സംഘടനകളായ ഇസ്ലാഹി സെൻ്ററുകളും നിങ്ങൾ പരിപാടികളൊക്കെ കാണുന്നുണ്ടാവും എല്ലാ സ്ഥലത്തും. അൽഹംദുലില്ലാ, ഇന്ന് അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ ആരുമില്ല. നമ്മുടെ മുസ്ലിം തറവാടിത്വത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ വളരെ ദുഃഖകരമാണ്. വലിയ വലിയ പ്രശസ്തമായ ഇസ്ലാമിക സ്ഥാപനങ്ങൾ നമ്മൾ പറയുന്ന ആർട്സ് കോളേജുകൾ മറ്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പരിസരങ്ങളൊക്കെ വളരെ വിഷമകരമാണ്, ദുഃഖകരമാണ്. അവിടെയൊക്കെ ദീനിൻ്റെ കാര്യങ്ങൾ അവർക്കിടയിൽ പറയാൻ ഇപ്പോൾ ഒരു ക്യാമ്പസിൻ്റെ അകത്ത് ഇപ്പോൾ മാംഗ്ലൂരിൽ നമ്മുടെ ഒരു വലിയ പ്രോഫ്കോൺ നടക്കുകയാണ്. കേരളത്തിൻ്റെ പുറത്ത് ഇത്രയും വിപുലമായ രീതിയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോഫ്കോൺ സംഘടിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, വലിയ സ്വീകാര്യതയാണ് സ്ഥാപനങ്ങളിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ കുസാറ്റിലല്ല, കുസാറ്റിൻ്റെ പരിസരത്തുള്ള ഒരു ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് കുസാറ്റിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ ഒരുമിച്ച് കൂട്ടി ഇത്തരം സന്ദേശങ്ങളെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകാനും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാനും വേണ്ടി ഒരു യോഗം നടത്തി. അതിൽ പെണ്ണുങ്ങൾ ബാക്കിലിരുന്നു, ആണുങ്ങൾ മുന്നിലിരുന്നു. ഇസ്ലാമിക സംസ്കാരമനുസരിച്ച് അന്യ ആണുങ്ങളും അന്യ പെണ്ണുങ്ങളും കൂടിക്കരരാൻ പാടില്ല. അപ്പം അതിനിടയിൽ ഒരു മറയിട്ടു. അത് അവരെന്ത് ചെയ്തു, നമ്മുടെ കുട്ടികളത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു പരിപാടി നടന്നത് എല്ലാ സ്ഥലത്തും എല്ലാ ക്യാമ്പസുകളിലും നടക്കുന്നുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലും അതുപോലെ തന്നെ മാംഗ്ലൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ ഈ ക്യാമ്പസ് ഉത്ബോധനം അതാരാ നടത്തുന്നത്? ആരെങ്കിലും നടത്തുന്നത്? ആരെങ്കിലും ഇയാതി ഏടാകൂടത്തിലേക്ക് ഏറും കൂട്ടത്തിലേക്ക് ആരെങ്കിലും പോവോ? കംപ്ലീറ്റ് മുള്ളുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ മുളങ്കൂട്ടത്തിൽ ചെന്നുകൊണ്ട് ആരെങ്കിലും ഇത്തരം പണി ചെയ്യുമോ? അത് വിസ്ഡത്തിൻ്റെ ചെറുപ്പക്കാരാണ് ചെയ്യുന്നത്, അതിൻ്റെ വിദ്യാർത്ഥി നേതാക്കന്മാരാണ് ചെയ്യുന്നത്. അവിടെ നിന്നൊക്കെ ഓരോരുത്തരെ പെറുക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി അവർക്ക് ബോധവൽക്കരണം നടത്തി അവരെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ദീനിലേക്കും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഉടനെ തന്നെ കമൻറ്റ് കണ്ടോ? താലിബാനിസം, കുസാറ്റിൽ താലിബാനിസം, തീവ്രവാദികൾ രംഗത്ത്. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ സർക്കാരിൻ്റെ ശമ്പളത്തിൽ സർക്കാരിൻ്റെ സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് മതതീവ്രവാദികൾ കടന്നാക്രമണം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് കുസാറ്റ് സ്ഥാപനം അതിന് മറുപടി പറയണം. അങ്ങനെ പിന്നെ അപ്പോഴേക്ക് ചാനലിൽ നിന്ന് വിളിച്ചു, കുസാറ്റിനെ വിളിച്ചു. എന്താണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ടോ? അപ്പോൾ കുസാറ്റുകാരോ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടന്നിട്ടില്ല എന്നാണ് അന്വേഷണത്തിന് മനസ്സിലായത്. എവിടെയാണ് നടന്നതെന്നോ എന്താണെന്നോ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഭയങ്കര പ്രചാരണം കൊടുത്തു. വിസ്ഡം തീവ്രവാദ സംഘടനയാണ്, അത് ഭയങ്കരമായ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാതെ എപ്പോഴും അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. സഹോദരന്മാർ, ഈ കാലഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ തെർബിയത്ത് ക്യാമ്പ് നടത്തുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നാം വിശ്വസിക്കുന്ന ഈ വിശ്വാസവും നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ ദീനും നമ്മൾ വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആനും അതുപോലെയുള്ള തിരുസുന്നത്തും നമ്മുടെ സംസ്കാരവും അത് ആദ്യമായി നമ്മൾ തന്നെ വളരെ ചങ്കൂറ്റത്തോടുകൂടി അസ്മോടുകൂടി മനക്കരുത്തോടുകൂടി നമ്മൾ അനുഷ്ഠിക്കണം. നമ്മൾ അതിലൊരു വിട്ടുവീഴ്ചയും കാണാൻ സാധ്യമല്ല. നമ്മൾ ആത്മധൈര്യം കാണിക്കണം. അങ്ങനെ ഒരു കൂട്ടം ഈ ന്യൂനപക്ഷം ബദൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദാ വതൂബാലിൽ ഖുറബാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഇസ്ലാമിൻ്റെ ആരംഭം ഒരു ന്യൂനപക്ഷത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇത് എല്ലാവരും ഒഴിവാക്കി അവസാനം ഇതൊരു ചുരുങ്ങിയ ന്യൂനപക്ഷത്തിലേക്ക് ഈ മതം തിരിച്ചു ചെല്ലും. ആ സമയത്ത് ആ മതം മുറുകെ പിടിക്കുന്ന ഈ ന്യൂനപക്ഷത്തിന് അനുമോദനം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല യഅ്തിയ സമാനുൻ, ഒരു കാലം വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമയത്ത് എൻ്റെ ഉമ്മത്തിന് മതം വിശ്വാസം മുറുകെ പിടിക്കുന്ന ആളുകൾ ഏതുപോലെയാണ്? അവരുടെ കയ്യിൽ കൽ ജംറ, ഒരു തീക്കട്ട പിടിച്ച മാതിരിയാണ്. അങ്ങനെയുള്ളൊരു കാലം വരും എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്ര പ്രയാസകരമാണ് മതവിശ്വാസങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അതനുഷ്ഠിക്കാനും. ഇപ്പം ഞാൻ പറയുന്നത് വീട്ടിൽ പോകല്ല, സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താല്പര്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന മതപരമായ നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും നമ്മളിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ നിയ്യത്ത് എപ്പോഴും നന്നാക്കിക്കൊണ്ടിരിക്കുക, നിയ്യത്ത് പുതുക്കണം. രണ്ടാമത് പിശാചിന് യാതൊരു ഇടവും കൊടുക്കാതിരിക്കുക. വലത്തോട്ടും ഇടത്തോട്ടും മുന്നിലും പിന്നിലും മുകളിലും താഴത്തുനിന്നൊക്കെ വന്ന് നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം.
ഇബാദത്തുകളിൽ നമുക്ക് ശ്രദ്ധ വേണം. സുന്നത്തായ കാര്യങ്ങൾ കഴിയുന്നതും അത് ഒഴിവാക്കാതിരിക്കണം. ഏത് നിസ്സാരമല്ല, തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ, നന്മയിൽ നിന്ന് ഒന്നും നിങ്ങൾ നിസ്സാരമായി കരുതരുത്. ചെറിയ കാര്യങ്ങൾ പോലും കൂലി കിട്ടുന്ന കാര്യമാണെങ്കിൽ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് ഒഴിവാക്കരുത്. അത്താ തൽഖ അഹാക ബിവരിഹി വജിഹിൻ തെലിഖ്, നിൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി നിലനിർത്തുന്നത് പോലും സദഖയിൽപ്പെട്ടതാണ്, കൂലി കിട്ടുന്ന കാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ ഒഴിവാക്കാൻ പാടില്ല. ആ രൂപത്തിലുള്ള ഒരു തെർബിയത്താണ് നമുക്ക് ആവശ്യം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ മറ്റുള്ളവർക്ക് അതിൽ നിന്ന് ഒരുപാട്, ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ നിരീശ്വരവാദിയായിട്ടുണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ, സഹോദരന്മാരെ വളരെ ഗുണകാംക്ഷയോടുകൂടി ഞങ്ങൾക്കൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ഓരോ പരിപാടികളിൽ പണ്ട സന്തോഷം, അതുപോലെ കാര്യം കിട്ടുള്ളൂ. ഇപ്പോൾ മദ്രസ അധ്യാപകന്മാർക്കുള്ള വലിയൊരു സമ്മേളനം തിരൂർ ബാഗൻ ട്രാജഡി ഹാളിൽ നടന്നു. മുഴുവൻ ഫുള്ള് ആ ഹാള് നിറഞ്ഞ് പുറത്തായിരുന്ന ആൾ, പുറത്ത് പന്തലിട്ടിക്കാണ് അവസാനം ആളുകൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ. അത്രമാത്രം ആളുകൾ പങ്കെടുത്തൊരു പരിപാടി. എന്താണ് മദ്രസ വിദ്യാഭ്യാസം, എന്താണ്, എങ്ങനെയാണ് കുട്ടികളെ പരിചരിക്കേണ്ടത്, എങ്ങനെയാണ് മദ്രസ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുക, ആധുനികമായ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന കാലത്ത് എങ്ങനെയാണ് മതപഠനം നടത്തേണ്ടത്. എത്ര നല്ല നല്ല ക്ലാസ്സുകളാണ് അവിടെ. നമ്മുടെ മദ്രസാധ്യാപകർ മുമ്പ് ഒരു ഓത്തോതും അതുപോലെ തന്നെ കുറച്ച് ദീനാത്ത് പഠിപ്പിക്കും, അതായിരുന്നു മദ്രസ. എന്ന് അങ്ങനെയൊന്നുമല്ല, വളരെ ശ്രദ്ധാപൂർവം കൂലങ്കശമായി രക്ഷിതാക്കൾക്ക് യോഗം, വിദ്യാർത്ഥികൾക്ക് പരിപാടികൾ, മദ്രസ അധ്യാപകന്മാർക്ക് ട്രെയിനിങ്, അതിനൊക്കെ പുറമെ ഇതാ എഴുത്ത്, ലേഖനങ്ങൾ എഴുതാനും മറ്റും പരിശീലിപ്പിക്കുന്ന പരിപാടി വരാൻ വേണ്ട. വിദ്യാഭ്യാസം ഒന്ന് കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. എഴുത്തുപുര കേട്ടിട്ടില്ലേ? എഴുത്തുപുര. ഇപ്പം ആ എഴുത്തുപുര നടത്താൻ പോവുകയാണ്. ഇപ്പം അതിൻ്റെ ബാനർ ഇത് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഓരോ വിഷയത്തിലും നല്ല നല്ല കഴിവുള്ള ചെറുപ്പക്കാരിരുന്ന് ആലോചിച്ച് ചിന്തിച്ച് ജനങ്ങൾക്ക് ഉപകാരമുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാഹി സെൻറ്റർ, കുവൈത്തിലെ ഇസ്ലാഹി സെൻറ്ററും അങ്ങനെ ഗവേഷണപരമായി പുതിയ പുതിയ കാഴ്ചപ്പാടുകളോടുകൂടി, പുതിയ പുതിയ പരിവർത്തനങ്ങളോടുകൂടി ഇവിടെയുള്ള മലയാളി സമൂഹത്തിനിടയ്ക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ഇസ്ലാമിക പ്രബോധനം നടത്താൻ നമുക്ക് സാധിക്കണം. അതിന് നിങ്ങൾക്ക് കഴിയും. നമ്മൾ മുമ്പൊക്കെ പല ആളുകളുടെയും വീടുകളിൽ പല രൂപത്തിലുള്ള സന്ദേശങ്ങളുമായി നമ്മൾ എത്തിയിരുന്നു. ഇപ്പം ആ പണിയൊന്നും നിങ്ങൾക്കില്ല. അത് മോശമാണ്. സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കാണിക്കണം. സഹോദരന്മാരെ, ഇൽമ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് ഇൽമ് എന്ന് പറയുന്നത്? അത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹു ഇൽമ് എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുകയല്ല ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഇൽമ് ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുക? ബി മൗത്തിൽ ഉലമാ, പണ്ഡിതന്മാരായ ആളുകൾ മരിച്ചിട്ടാണ് ഇൽമ് ഇല്ലാതാവുക. ഒരു മഹാപണ്ഡിതനാണ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആൽ ഷേഖ്. ഇന്നലെ ഏതാണ്ട് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹം 37 കൊല്ലം നമ്മുടെ നമ്ര പള്ളിയിൽ, പിന്നെ മിനയിൽ വെച്ച് നമ്മുടെ അറഫ ദിവസത്തെ പ്രസംഗം നിർവഹിച്ച ആളാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പത്രങ്ങളിലും മറ്റൊക്കെ വായിച്ച് കാണും. അങ്ങനെയുള്ളൊരു മഹാപണ്ഡിതന്മാർ ഇവിടെ നമ്മൾ ഇങ്ങനെ വിട്ടുപിരിഞ്ഞ് ചോദിക്കണം. പകരം ആളുകൾ വരുന്നില്ല. അത്രയും ആഴമുള്ള പാണ്ഡിത്യവും ഒരു മുസ്ലിം സമുദായത്തെ നയിക്കാൻ കഴിവുള്ള മഹാപണ്ഡിതന്മാർ നമുക്ക് ഉണ്ടാകുന്നില്ല. സഹോദരൻ, പഠിക്കണം. ഇൽമ് എന്ന് പറയുന്നത് സമ്പാദിച്ചാലേ ഉണ്ടാവുള്ളൂ, മെനക്കെട്ടാലേ ഉണ്ടാവുള്ളൂ. വെറുതെ അന്ന് നമ്മുടെ മേത്ത് വന്ന് കയറി നടന്നു പോകുമ്പോൾ ഈ മുള്ളുള്ള ഒരു ചില സാധനം വസ്ത്രത്തിലൊക്കെ കണ്ട് പിന്നെ നമ്മളോടെയും പോയി തട്ടിക്കളയുമ്പോൾ അവിടെ മുളച്ചുണ്ടാവും. അതിൻ്റെ വിത്ത് ഭൂമിയിലേക്കുള്ള അതിൻ്റെ സമ്പ്രദായം അതാണ്. പക്ഷെ അങ്ങനെയെല്ലാം കിട്ടുക. ഇൽമ് നമ്മൾ തേടിപ്പോകണം. ഇൽമുള്ളിടത്തേക്ക് എത്തണം. നിങ്ങളിപ്പോൾ ഏതൊക്കെ നാട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ എത്തിപ്പെട്ടത്? അത് ഇൽമുള്ളത് കൊണ്ട് പഠിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അതൊരു അള്ളാഹു സുബ്ഹാനഹു തആല ഈ മരണപ്പെട്ട നമ്മുടെ മഹാനായ അബ്ദുൽ അസീസ് ആൽ ഷേഖിന് പരലോകത്ത് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം, നമ്മുടെ ഫലസ്തീനിലെ സഹോദരന്മാരാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് നമുക്കറിഞ്ഞൂടെ, വാക്കുകൾ കിട്ടുന്നില്ല. അത്തരം രൂപത്തിലുള്ള യാതനകളും വേദനകളും കഷ്ടപ്പാടുകളുമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സാധിക്കുന്നൊരു കാര്യം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. അള്ളാഹു ആ സമൂഹത്തിന് വിജയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുഷ്ടന്മാരായ ആളുകൾക്ക് സംഭവിക്കുന്ന പതനത്തെക്കുറിച്ചൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആ മുസ്ലിം സഹോദരന്മാരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ശത്രുക്കളെ അള്ളാഹു സുബ്ഹാനഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ഏറ്റവും നല്ല വെളിച്ചവും പ്രതീക്ഷയും അവരുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ്.